അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ നബിയിനാ വഹബീബിനാ മുഹമ്മദിൻ വആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. വളരെയേറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഉറക്കം എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിട്ടുള്ള വളരെ വലിയ ഒരു അനുഗ്രഹമാണ്. ഏതു വിഷയത്തിലും ഇസ്ലാമിൻ്റേതായ ചില മാർഗനിർദ്ദേശങ്ങളും ഇസ്ലാമിൻ്റേതായ ചില അധ്യാപനങ്ങളുമുണ്ട് എന്ന് നമുക്കൊക്കെ അറിയാം. ഉറങ്ങുന്ന വിഷയത്തിലും വ്യത്യസ്തമല്ല. നമുക്കറിയാം, ഉറക്കം നമ്മുടെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉറങ്ങുന്ന സമയത്ത് പിടിച്ചു വെക്കുന്നുണ്ട്. പിന്നീട് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ റൂഹിനെ അവൻ തിരിച്ചു നൽകുകയാണ്. അതുകൊണ്ട് തന്നെ നാം ഉറങ്ങിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മരണപ്പെടാനുള്ള സാധ്യതയുണ്ട്. അള്ളാഹു നമുക്ക് മരണം നിശ്ചയിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ നമുക്ക് തിരിച്ചു തരുന്നില്ലെങ്കിൽ ഉറക്കിൽ നമ്മുടെ മരണം സംഭവിക്കും. അപ്പോൾ ഈമാനികമായി തന്നെ, ഈമാനോടുകൂടി തന്നെ നമുക്ക് മരിക്കേണ്ടതുണ്ട്. ഉറക്കിൽ അങ്ങനെ ഒരു മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഈമാനുള്ളൊരവസ്ഥയിൽ മരിക്കുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ഉറക്കത്തിൽ പിശാചുക്കളുടെ ശല്യങ്ങളുണ്ടാകും. ദുസ്വപ്നങ്ങൾ കാണിച്ചുകൊണ്ടും മറ്റുമൊക്കെ പൈശാചികമായ ഉപദ്രവങ്ങൾ ഒരുപക്ഷെ ഉറക്കത്തിൽ സംഭവിച്ചേക്കാം. മറ്റു പ്രയാസങ്ങളോ മറ്റു ജീവികളുടെ ഉപദ്രവങ്ങളോ എല്ലാം ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ വിശ്വാസികൾ ഉറങ്ങുമ്പോൾ പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് ഉറങ്ങാൻ കിടക്കുമ്പോൾ ചില പ്രത്യേക സൂറത്തുകളും ആയത്തുകളും പാരായണം ചെയ്യുക എന്നുള്ളത്. അത് നമുക്ക് ഇഹത്തിലും പരത്തിലും ഒരുപാട് ഖൈറുകൾ നൽകുന്നതാണ്. മാത്രമല്ല, മനസ്സമാധാനത്തോടുകൂടി ശാന്തിയോടുകൂടി ഉറങ്ങുവാനും പൈശാചികമായ ഷർറുകളിൽ നിന്ന് രക്ഷപ്പെടാനും ഈമാനികമായി തന്നെ നമുക്ക് ഉറങ്ങാൻ, അഥവാ മരണം സംഭവിക്കുകയാണെങ്കിൽ പോലും ഈമാനോടുകൂടി മരിക്കാൻ നമ്മളെ സഹായിക്കുന്ന ചില സൂറത്തുകൾ അത് രാത്രിയിൽ പാരായണം ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ കിടന്നുറങ്ങേണ്ടത്. അതിൽ ചില സൂറത്തുകളും ചില ആയത്തുകളും പരിചയപ്പെടുത്തുകയാണ്. അതിൽ ഒന്നാണ് സൂറത്തുൽ മുൽക്ക്, സൂറത്തു അൽ മുൽക്ക്. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇന്ന സൂറത്തൻ മിനൽ ഖുർആനി 30 ആയത്തൻ ശഫഅത് ലിറജുലിൻ ഹത്താ ഗുഫിറ ലഹു. സൂറത്തുൽ മുൽക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്, പരിശുദ്ധ ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, 30 ആയത്തുകളാണ് അതിൽ ഉള്ളത്. ആ അധ്യായം ഖിയാമത്ത് നാളിൽ ഒരു വ്യക്തിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നത് വരെ ആ വ്യക്തിക്ക് വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുമെന്നാണ്. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, വഹിയ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് എന്ന് തുടങ്ങുന്ന സൂറത്തുൽ മുൽക്കാണ്. അപ്പോൾ ഖിയാമത്ത് നാളിൽ നമ്മുടെ പാപങ്ങൾ നമുക്ക് പുറത്തു കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ശുപാർശ പറയുന്ന പരിശുദ്ധ ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. ഇത് എല്ലാ രാത്രിയിലും ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യൽ വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. ഇമാം നസാഇ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സുനനുൽ കുബ്രയിൽ ഉദ്ധരിക്കുന്നു, അബ്ദുല്ലാഹ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻ അദ്ദേഹം പറയുകയാണ്, മൻ ഖറഅ തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് കുല്ല ലൈലത്തിൻ. ആരാണോ സൂറത്തുൽ മുൽക്ക് എല്ലാ രാത്രിയിലും പാരായണം ചെയ്യുന്നത്, ശരിക്കും ശ്രദ്ധിക്കുക, എല്ലാ രാത്രിയിലും, മനഅഹുല്ലാഹു ബിഹാ മിൻ അദാബിൽ ഖബർ, ഖബറിലെ ശിക്ഷയിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ വ്യക്തിയെ തടയുന്നതാണ്, രക്ഷപ്പെടുത്തുന്നതാണ്. വകുന്ന ഫി ആഹിദി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നുസമ്മീഹ അൽ മാനിഅ. അള്ളാഹുവിൻ്റെ റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഈ അധ്യായത്തിന് ഞങ്ങൾ അൽ മാനിഅ അഥവാ ഖബറിൽ നിന്ന് രക്ഷ നൽകുന്ന അധ്യായം എന്ന് ഞങ്ങൾ വിളിപ്പേര് നൽകാറുണ്ട്. അപ്പോൾ ഖബറിലെ ശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷ നൽകുന്നതാണ് സൂറത്തുൽ മുൽക്കിൻ്റെ എല്ലാ രാത്രിയിലുമുള്ള പാരായണം. കാരണം സത്യവിശ്വാസവും പരലോകവും സ്വർഗനരകങ്ങളും അങ്ങനെ ഒട്ടനവധി വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ബൃഹത്തായ ഒരു അധ്യായമാണ് സൂറത്തുൽ മുൽക്ക്. അതിൻ്റെ അർത്ഥവും ആശയവുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ പാരായണം ചെയ്യുന്നതെങ്കിൽ ആ രാത്രിയിൽ നമ്മൾ മരണപ്പെട്ടാൽ പോലും ഈമാനികമായ ഒരു മരണം നമുക്കുണ്ടാകും. മാത്രമല്ല, ഖബർ ശിക്ഷയിൽ നിന്ന് അള്ളാഹു നമുക്ക് രക്ഷ നൽകുകയും ചെയ്യും. അതുകൊണ്ട് കഴിവിൻ്റെ പരമാവധി ഉറങ്ങുന്നതിന് മുമ്പ് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക. അതേപോലെ തന്നെ ഇമാം തിർമിദി റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യനാമു ഹത്താ യഖറഅ അസ്സുമർ വ ബനി ഇസ്രായീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങാറുണ്ടായിരുന്നില്ല. ഏതുവരെ? ഹത്താ യഖറഅ സൂറത്തുൽ സുമർ, സൂറത്തുൽ സുമർ, അതേപോലെ തന്നെ
വസൂറ ബനി ഇസ്രായിൽ സുബ്ഹാനല്ലദീ അസ്റാ ബി അബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം എന്നുള്ള പരിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായമാണ് ബനു ഇസ്രായിൽ. അതേപോലെ തന്നെ 39-ാം അധ്യായമാണ് സൂറത്തു സുമർ. തൗഹീദും അതേപോലെ തന്നെ റിസാലത്തും ആഖിറത്തും എല്ലാം വിശദീകരിക്കുന്ന ഒട്ടനവധി ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന 2 അധ്യായങ്ങളാണ്. ഇത് വളരെ വലിയ സൂറത്തുകളുമാണ്. സാധിക്കുന്ന ആളുകൾ അവർക്ക് കഴിയുമെങ്കിൽ ഒന്നുകിൽ എല്ലാ ദിവസവും, അല്ലെങ്കിൽ ഇടപെട്ട ദിവസങ്ങളിൽ, അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളിൽ രാത്രിയിൽ ഈ സൂറത്തുകൾ ഉറങ്ങുന്നതിന് മുമ്പ് പാരായണം ചെയ്യട്ടെ. ഇനി അതല്ല എല്ലാ ദിവസവും സാധിക്കുമെങ്കിൽ അതും വളരെ വലിയ ഖൈറാണ് എന്നാണ് ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേപോലെ തന്നെ മറ്റു 2 സൂറത്തുകളാണ് ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്നു. ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള ഹദീസാണ്. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യനാമു ഹത്താ യഖറഅ അലിഫ് ലാം മീം തൻസീലു അസ്സജ്ദ വതബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു സജ്ദ, പരിശുദ്ധ ഖുർആനിലെ 32-ാം അധ്യായമാണ് സൂറത്തു സജ്ദ. ആ സൂറത്തു സജ്ദ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എല്ലാ രാത്രിയിലും പാരായണം ചെയ്യാറുണ്ടായിരുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ മുൽക്കും. അപ്പോൾ സൂറത്തു സജ്ദ അത് താരതമ്യേന ചെറിയ ഒരു സൂറത്താണ്. ആ സൂറത്ത് പാരായണം ചെയ്യുക. സൂറത്തുൽ മുൽക്കിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അതേപോലെ സൂറത്തു സുമർ, ബനു ഇസ്രായിൽ തുടങ്ങിയ സൂറത്തുകളൊക്കെ ഉറങ്ങുന്നതിന് മുമ്പ് വളരെ നല്ലതാണ്. ധാരാളം പ്രതിഫലം അതിൽ ലഭിക്കുമെന്ന് മാത്രമല്ല, ഈമാനോടുകൂടിയുള്ള ഒരു മരണം അഥവാ ഉറക്കിൽ നമ്മൾ മരണപ്പെടുകയാണെങ്കിൽ അത് സംഭവിക്കുകയും ചെയ്യും. ഇല്ല എങ്കിലും ഏറ്റവും സമാധാനത്തോടുകൂടിയുള്ള, സ്വസ്ഥതയോടുകൂടിയുള്ള, നന്മ നിറഞ്ഞ ഒരു ഉറക്കിലും സമാധാനത്തോടുകൂടിയുള്ള ചില ഉറക്കമുണ്ട്. എല്ലാ ഉറക്കവും ഒരുപോലെയല്ല. പ്രയാസകരമായ ഉറക്കമുണ്ട്, സമാധാനത്തോടുകൂടിയുള്ള ഉറക്കമുണ്ട്. നല്ല ഒരു ഉറക്കം നമുക്ക് സമ്മാനിക്കും ഇതേപോലെയുള്ള അധ്യായങ്ങൾ പാരായണം ചെയ്യുന്നതിലൂടെ. അതേപോലെ തന്നെ മറ്റൊരു സൂറത്താണ് ഇമാം അബൂ ദാവൂദ് റഹിമഹുല്ലാ അദ്ദേഹത്തിൻ്റെ സുനനിൽ ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നൗഫൽ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, ഇഖ്റ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സുമ്മ നം. നീ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന അധ്യായം പൂർണ്ണമായും പാരായണം ചെയ്തുകൊണ്ട് സുമ്മനം അലാ ഖാതിമതിഹ, അത് മുഴുവൻ ഓതിക്കൊണ്ട് നീ ഉറങ്ങുക. ഫഇന്നഹാ ബറാഅത്തും മിനശ്ശിർക്ക്, കാരണം അത് ഷിർക്കിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്നതാണ്. കാരണം ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന അധ്യായത്തിൻ്റെ ഉള്ളടക്കം നമുക്കറിയാം. സത്യനിഷേധികളോട് നിങ്ങൾക്ക് നിങ്ങളുടെ മതം, ഞങ്ങൾക്ക് ഞങ്ങളുടെ മതം, എനിക്കെൻ്റെ മതം, നിങ്ങൾ ആരാധിക്കുന്നതിനെ ഞാൻ ആരാധിക്കുന്നില്ല, ഞാൻ ആരാധിക്കുന്നതിനെ നിങ്ങളും ആരാധിക്കുന്നില്ല, അങ്ങനെ ആരാധിക്കുകയുമില്ല എന്നിങ്ങനെ തൗഹീദിനെ ഷിർക്കിൽ നിന്ന് വേർതിരിച്ചുകൊണ്ട് പ്രഖ്യാപിക്കുന്ന അധ്യായമാണ്. അതുകൊണ്ടാണ് ഈ അധ്യായം പൂർണ്ണമായും ഓതിക്കൊണ്ട് ഉറങ്ങുകയാണെങ്കിൽ ഷിർക്കിൽ നിന്ന് മോചനം ലഭിക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ അധ്യായവും മറന്നുപോവാതെ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് നമ്മൾ പാരായണം ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊന്നാണ് ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നുള്ള ഹദീസാണ്. അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം കാന ഇദാ അവ ഇലാ ഫിറാശിഹി കുല്ല ലൈലത്തിൻ ജമഅ കഫൈഹി സുമ്മ നഫസ ഫീഹിമാ ഫഖറഅ ഫീഹിമാ ഖുൽ ഹുവല്ലാഹു അഹദുൻ വഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് വഖുൽ അഊദു ബിറബ്ബിൻ നാസ് സുമ്മ യംസഹു ബിഹിമാ മസ്തതാഅ മിൻ ജസദിഹി യബ്ദഉ ബിഹിമാ അലാ റഅസിഹി വവജ്ഹിഹി വമാ അഖ്ബല മിൻ ജസദിഹി യഫ്അലു ദാലിക 3 മറാത്തിൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ തൻ്റെ കൈകൾ രണ്ടും ഇങ്ങനെ ചേർത്ത് വെക്കും. 2 കൈകളും ഇങ്ങനെ ചേർത്ത് വെക്കും. എന്നിട്ട് കൈകളിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഊതും. എന്നിട്ട് സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഫലഖ്, സൂറത്തുൻ നാസ് ഇത് 3ഉം ഒരുമിച്ച് പാരായണം ചെയ്തതിന് ശേഷം ശരീരത്തിൽ തലയിലും മുഖവും പിന്നെ ശരീരത്തിൽ സാധിക്കുന്ന ഭാഗങ്ങളിലൊക്കെ തടവും. ഇങ്ങനെ ഒരു തവണ. വീണ്ടും കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് വീണ്ടും കൈകളിലേക്ക് ഊതും. ഇനി ഓതിയതിന് ശേഷം ഊതിയാലും കുഴപ്പമില്ല. വീണ്ടും സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എന്നിട്ട് ഓതിയതിന് ശേഷം തലയിലൂടെ മുഖത്തിലൂടെ ശരീരത്തിൽ തടവുക. ഇങ്ങനെ 3 തവണ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്തിരുന്നു. ഇപ്രകാരം ചെയ്യുവാൻ നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ 3 സൂറത്തും അത് പാരായണം ചെയ്യുമ്പോൾ ഈ രൂപത്തിൽ കൂടി ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. പിശാചുക്കളുടെ ഷർറിൽ നിന്നും മറ്റു ഉപദ്രവങ്ങളിൽ നിന്നുമെല്ലാം നമുക്ക് രക്ഷ നൽകുകയും സുഖകരമായ സമാധാനപരമായ ഒരു ഉറക്കം നമുക്ക് പ്രദാനം ചെയ്യുകയും, ഇനി മരണപ്പെടുകയാണെങ്കിൽ പോലും ഈമാനികമായ ഒരു മരണം, ഇനി ഉറങ്ങുകയാണെങ്കിൽ പോലും ആ ഉറക്കത്തിൽ പോലും ഒരു സമാധാനവും ഈമാനികമായ ഒരവസ്ഥയുമെല്ലാം ഉണ്ടാകും എന്ന് നമ്മൾ മനസ്സിലാക്കുക.
അതേപോലെ തന്നെ മറ്റൊരു ആയത്താണ് രാത്രിയിൽ പാരായണം ചെയ്യേണ്ടുന്ന. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നു. അബൂ മസ്ഊദ് അൽ അൻസാരി റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആയതാനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ. സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ ആമന റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ എന്ന് തുടങ്ങുന്ന സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്ന ഈ 2 ആയത്തുകളുടെ അർത്ഥവും തഫ്സീറുമൊക്കെ മനസ്സിലാക്കണം. കാരണം ഒരുപാട് വിശ്വാസപരമായ കാര്യങ്ങളും ബൃഹത്തായ പ്രാർത്ഥനകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു വിശ്വാസിയെ പരിപൂർണമായും സ്വർഗത്തിലേക്ക് എത്തിക്കാൻ പര്യാപ്തമായ ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു പ്രത്യേകമായി നൽകിയ പ്രകാശവും സമ്മാനവുമെല്ലാമാണ്. അതിൻ്റെ പോരിശകൾ വളരെ വലുതാണ്. ഇവിടെ അതെല്ലാം വിശദീകരിക്കുന്നില്ല. എന്നാൽ അൽ ആയത്താനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ മൻ ഖറഅഹുമാ ഫീ ലൈലത്തിൻ കഫത. രാത്രിയിൽ ആരെങ്കിലും ഇത് പാരായണം ചെയ്താൽ, ഈ 2 ആയത്തുകൾ പാരായണം ചെയ്താൽ അയാൾക്കത് മതിയാകുന്നതാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ ഷർറിൽ നിന്നും അതേപോലെ പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്നും വെറുക്കപ്പെട്ട കാര്യങ്ങളിൽ നിന്നുമൊക്കെ അള്ളാഹു സംരക്ഷണം നൽകും. അപ്പോൾ സൂറത്തുൽ ബഖറയിലെ അവസാനത്തെ 2 ആയത്തുകൾ മറന്നു പോവാതെ രാത്രിയിൽ പാരായണം ചെയ്യുക. അതേപോലെ തന്നെ മറ്റൊരു ആയത്താണ് ആയത്തുൽ കുർസി. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ആയത്ത്. എല്ലാ അധ്യായങ്ങളിൽ നിന്നും നോക്കുകയാണെങ്കിൽ ഏറ്റവും മഹത്തായ ആയത്ത് എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ള ആയത്തുൽ കുർസി രാത്രിയിൽ പാരായണം ചെയ്യുക. അങ്ങനെ പാരായണം ചെയ്താലുള്ള ഖൈറ് എന്താണ്? ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാം. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹുവിനോട് ഇബ്ലീസ് മനുഷ്യരൂപത്തിൽ വന്ന് പറഞ്ഞതാണെങ്കിലും അത് ശരിയാണ്. ആ പറഞ്ഞത് ഇബ്ലീസ് പൊതുവെ കളവ് പറയുന്നവനാണെങ്കിലും ഈ പറഞ്ഞത് ശരിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യപ്പെടുത്തിയ ഒരു കാര്യമാണത്. അതെന്താണത്? ഇദാ അവൈത ഇലാ ഫിറാശിക്, ഉറങ്ങാൻ വേണ്ടി വിരിപ്പിലേക്ക് പോയാൽ ഫഖറ ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി പാരായണം ചെയ്യുക. മിൻ അവ്വലിഹ ഹത്താ തഖ്തിമൽ ആയ, ആ ആയത്ത് മുഴുവൻ ഓതണം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനത്തും വലാ നൗം, ഇത് മുഴുവൻ ഓതണം. ഇവിടെ ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നത് ആയത്തുൽ കുർസി സൂറത്തുൽ ബഖറയിലെ 255-ാമത്തെ ആയത്താണ്. അതിൻ്റെ അർത്ഥവും ആശയവും നമ്മൾ തഫ്സീർ നോക്കി പഠിക്കാൻ ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ലൻ യസാല അലൈക മിനല്ലാഹി ഹാഫിളുൻ, അള്ളാഹുവിൽ നിന്ന് നിന്നെ പ്രത്യേകം സംരക്ഷിക്കുന്ന ഒരു മലക്ക് ആ രാത്രി മുഴുവൻ കൂടെയുണ്ടാകും. വലാ യഖറബന്നക ശൈത്താനുൻ ഹത്താ തുസ്ബിഹ്, നേരം വെളുക്കുന്നത് വരെ പിശാചി സമീപിക്കുകയില്ല. അതുകൊണ്ട് പിശാചിൻ്റെതായ ഉപദ്രവങ്ങളോ ദുസ്വപ്നങ്ങളോ ഒന്നും ഉണ്ടാവുകയില്ല. ഇത് വളരെ ഇഖ്ലാസോടുകൂടി ആത്മാർത്ഥമായിട്ട് തന്നെ നമ്മൾ ചൊല്ലുക. അപ്പോൾ ഈ പറയപ്പെട്ട ആയത്തുകളും നേരത്തെ പറഞ്ഞ സൂറത്തുകളുമൊക്കെ അർത്ഥവും ആശയവുമെല്ലാം മനസ്സിലാക്കിക്കൊണ്ട്, സാധിക്കുന്നത്ര മനസ്സിലാക്കിക്കൊണ്ട് ഇഖ്ലാസോടുകൂടി നമ്മൾ ഇത് പതിവാക്കുക. ഇത് തുടങ്ങിയ ഉടനെ തന്നെ അതിൻ്റെ റിസൾട്ട് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില ആളുകൾ പറയും, ഞാൻ ഇങ്ങനെയൊക്കെ ചൊല്ലിയിട്ടും എനിക്ക് പല പ്രയാസങ്ങളും ഉണ്ടാവാം. പക്ഷേ ഇതെല്ലാം ഒരു ഇബാദത്താണ്. ഇതെല്ലാം നമ്മൾ ചെയ്താലും അതിൻ്റെതായ പ്രതിഫലം നമുക്കുണ്ട്. അതേ സന്ദർഭത്തിൽ നമ്മൾ അതിൽ നിന്ന് നിരാശപ്പെട്ടുകൊണ്ട് മടങ്ങരുത്. പിന്നെയോ പതിവായി നിരാശയില്ലാതെ നമ്മൾ തുടരുക. നമ്മുടെ ജീവിതത്തിലെ മറ്റു പല കാര്യങ്ങളും നമ്മെ സ്വാധീനിക്കും. അതുകൊണ്ട് തന്നെ ഇവ പാരായണം ചെയ്തതുകൊണ്ട് മാത്രം ഒരാൾക്ക് സമാധാനം ലഭിച്ചുകൊള്ളണമെന്നില്ല. അദ്ദേഹത്തിൻ്റെ മറ്റു വ്യക്തി ജീവിതത്തിൽ മറ്റു പ്രയാസകരമായ കാര്യങ്ങളും അതേപോലെയുള്ള ഇസ്ലാം നിഷിദ്ധമാക്കിയ കാര്യങ്ങളുമെല്ലാം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു പക്ഷേ ഇതിൻ്റെ ഖൈറാത്തുകൾ അയാളിൽ നിന്ന് തടഞ്ഞേക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ ആത്മാർത്ഥമായി നമ്മളിത് പതിവാക്കിയാൽ മെല്ലെ 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 പ്രയാസങ്ങളൊക്കെ നീങ്ങി പിന്നീട് സുഖകരമായ സമാധാനപരമായ സന്തോഷകരമായ ഒരു ഉറക്കം നമുക്ക് സമ്മാനിക്കുമെന്ന് മാത്രമല്ല, ഈമാനികമായ ഒരവസ്ഥ നമുക്ക് ഉറങ്ങുന്ന സന്ദർഭത്തിൽ പോലും ഉണ്ടാകും. ഇനി ആ രാത്രിയിൽ മരണപ്പെട്ടാൽ പോലും ഈമാനോടുകൂടി മരിക്കാൻ നമുക്ക് സാധിക്കും. അതുകൊണ്ട് ഈ പറയപ്പെട്ട സൂറത്തുകളും ആയത്തുകളുമെല്ലാം രാത്രിയിൽ ഓതിക്കൊണ്ട് കിടന്നുറങ്ങാൻ നമ്മൾ ശ്രമിക്കുക. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിന മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.